വീണ വിജയന് എതിരായ കേസിനെ ചൊല്ലി CPM-ൽ ഭിന്നത മുറുകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കേസ് പാർട്ടി നേരിടേണ്ടതില്ല എന്ന് ബംഗാൾ ആന്ധ്ര ഘടകങ്ങൾ. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും കേരള ഘടകവും എക്സാലോജിക്ക് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിനെ പാർട്ടി നേരിടണമെന്നും അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് ബംഗാൾ സെക്രട്ടറി അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, മധുരയിൽ തുടരുന്ന 24-ാം പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് എതിരെ ഇപ്പോൾ SFIO നൽകിയ കുറ്റപത്രം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. ഇത് പാർട്ടി തന്നെ നേരിടണം എന്നുള്ള അഭിപ്രായമാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള പ്രകാശ് കാരാട്ടും അതേപോലെ തന്നെ കേരള ഘടകവും മുന്നോട്ട് വെച്ചത്. പക്ഷേ ബംഗാൾ ആന്ധ്ര ഘടകങ്ങൾ ഈ നിർദ്ദേശത്തെ ശക്തമായി എതിർക്കുന്നു. ഇതോടെ വീണ വിജയൻ വിഷയത്തിൽ പാർട്ടി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. സുധീഷ് ഗോപാൽ. വിനോദ്, വീണ വിജയനെതിരായ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബംഗാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പാർട്ടി കേസിനെ നേരിടേണ്ടതില്ല, അത് വ്യക്തിപരമായി ആർക്കെതിരെയാണോ കേസ് അവർ നേരിടേണ്ടതാണെന്ന ഒരു അഭിപ്രായമാണ്, അത്തരം ഒരു നിർദ്ദേശമാണ് ബംഗാൾ പാർട്ടി സെക്രട്ടറി കൂടിയായ മുഹമ്മദ് സലീം മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നു ആന്ധ്ര ഘടകത്തിലുള്ളവരും ചർച്ചയിൽ പങ്കെടുത്തത്. അവർ പ്രധാനമായും പറഞ്ഞത് ഇതിനെ പാർട്ടി നേരിടണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, അത്തരത്തിൽ ഇത് പാർട്ടിയുടെ ബാധ്യതയായില്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ് ചൂണ്ടിക്കാണിച്ചത്. ഇത്തരത്തിൽ ഉള്ള ഒരു നിർദ്ദേശം ആന്ധ്ര ബംഗാൾ ഘടകം മുന്നോട്ട് വെക്കുമ്പോൾ അത് കേരള ഘടകത്തിനും അതോടൊപ്പം തന്നെ പിണറായി വിജയനും വലിയ ഒരു വെല്ലുവിളിയായി മാറുകയാണ്. പ്രകാശ് കാരാട്ട് അടക്കം ഇപ്പോഴത്തെ PBയുടെ കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കാരാട്ട് അടക്കം കേരള ഘടകത്തിനൊപ്പം നിൽക്കുമ്പോൾ ആന്ധ്ര ബംഗാൾ ഘടകങ്ങൾ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമാണ് പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായത്. ഇത് പാർട്ടിയിൽ ഈ വിഷയത്തിൽ കടുത്ത ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നാളെ പിണറായി വിജയന് പ്രായത്തിന്റെ മാനദണ്ഡം പരിഗണിക്കുമ്പോൾ ഇളവ് നൽകണോ എന്ന കാര്യത്തിലടക്കം അന്തിമ ഒരു ചർച്ചയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയന് എതിരായി പരസ്യമായി രംഗത്തെത്താൻ CPM-ൽ പലരും തയ്യാറായി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ബംഗാൾ ആന്ധ്ര ഘടകങ്ങളിൽ നിന്നും അഭിപ്രായം ഉയരുന്നത്. ഇത് കേരള ഘടകത്തിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്കയും പിണറായി പക്ഷത്തിനും പിണറായിക്കുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, പ്രധാനമായും പിണറായി വിജയന്റെ മാത്രം പേര് പറയുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു പുതിയ ഘടകത്തിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ ശക്തമായി നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാകുന്നത്. വീണ വിജയന്റെ ഭർത്താവ് കൂടിയാണ് മുഹമ്മദ് റിയാസ് എന്നതും ഇതിൽ നിർണായകമാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിന്റെയും രാഷ്ട്രീയ ഭാവിയെ കൂടി ഈ കേസ് ബാധിക്കുമോ എന്ന ആശങ്കയും പിണറായി മുഹമ്മദ് റിയാസ് പക്ഷങ്ങൾക്കുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ കേരള ഘടകത്തിൽ പിണറായി വിരുദ്ധ ചേരിക്ക് ശക്തി പകരുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ ബംഗാൾ ആന്ധ്ര ഘടകങ്ങളുടെ നിലപാടും. വിനോദ്. സുധീഷ്, അതേപോലെ തന്നെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറി ആര് എന്നതിനെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച ചർച്ചകളൊക്കെ സജീവമായി വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പിണറായി വിജയനെതിരായ ശബ്ദം അവിടെ ശക്തമാകുന്നു. അപ്പോൾ MA ബേബി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള സാധ്യതകൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണല്ലോ പിണറായി വിജയൻ്റെ ഒരു നീക്കം. പക്ഷേ ഇപ്പോൾ വീണ വിജയൻ്റെ വിഷയം വന്നതോടുകൂടി MA ബേബി ജനറൽ സെക്രട്ടറി ആയി വരുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ടോ സുധീഷ്? വിനോദ്, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം MA ബേബിയെ ചെറുക്കുക, പിണറായി വിജയനേക്കാൾ ഉയർന്ന പദവിയിൽ ഒരു CPM-കാരൻ കേരളത്തിൽ നിന്നുണ്ടാകുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അതൃപ്തിയുള്ള, ഇല്ലെങ്കിൽ അതിനെ ഒട്ടും താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് PBയിലേക്ക് വരുമ്പോൾ ഏറ്റവും മുതിർന്ന അംഗം എന്ന നിലയിൽ MA ബേബി പരിഗണിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പ്രായത്തിന്റെ ഇളവോടുകൂടിയാണ് പിണറായി വിജയൻ അടക്കം PBയിൽ തുടർന്നാൽ തന്നെ തുടരാൻ സാധിക്കുക. ആ ഒരു ഘട്ടത്തിൽ മുതിർന്ന നേതാവ് എന്ന നിലയിൽ അത്തരത്തിൽ MA ബേബിയെ പരിഗണിക്കുമ്പോൾ, അതും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും MA ബേബിയുടെ പേര് പ്രകാശ് കാരാട്ട് അടക്കം മുന്നോട്ട് വെക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ പിണറായിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ അത് മുന്നിൽ കണ്ടു തന്നെ MA ബേബിയുടെ ഏറ്റവും MA ബേബിയുമായി അടുത്ത് നിൽക്കുന്ന വ്യവസായ മന്ത്രി P രാജീവ് അടക്കമുള്ളവർ മറ്റ് സംസ്ഥാന ഘടകങ്ങളെ ഒപ്പം നിർത്താനുള്ള
കരുനീക്കങ്ങൾ ഇല്ലെങ്കിൽ അത്തരം ഒരു പ്രചരണ നീക്കങ്ങൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ പിണറായി വിജയൻ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചാൽ പോലും MA ബേബി സംസ്ഥാന പാർട്ടി ജനറൽ സെക്രട്ടറി ആവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ അത് കേരളത്തിലെ CPM രാഷ്ട്രീയത്തെ ആകമാനം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നിർണായക തീരുമാനമായി അത് മാറാനും സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ഈ കേസ് പിണറായി വിജയനെതിരെയുള്ള ആയുധമായി മാറുകയും അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ബംഗാൾ ആന്ധ്ര ഘടകങ്ങൾ രംഗത്തെത്തുകയും ചെയ്തതോടെ പിണറായിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് മറ്റുള്ളവർക്ക് കൂടി ധൈര്യം പകരുന്നതാണ്. അത് കേരള ഘടകത്തിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ P രാജീവിനെ പോലുള്ള ഇല്ലെ KN ബാലഗോപാലിനെ പോലുള്ള MA ബേബിക്ക് ഒപ്പം നിൽക്കുന്ന MP രാജേഷിനെ പോലുള്ളവരൊക്കെ അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ പരസ്യമായി പറയാൻ മുന്നിട്ട് വരും എന്നതാണ്. അതിൽ കണ്ണൂർ ലോബിയിൽ തന്നെ ഷംസീർ അടക്കമുള്ളവർ പിണറായിയുടെ എതിർചേരിയിലുണ്ട്. അവരെല്ലാം കൂടുതൽ സജീവമായി മാറാനുള്ള ഒരു സാഹചര്യം കൂടി ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ഇത് CPM രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കം കൂടിയായി ഇതിനെ മൊത്തത്തിൽ വിലയിരുത്താനും സാധിക്കും വിനോദ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പിണറായി വിജയൻ ഈ മകൾക്കെതിരായി ഉയർന്നു വന്ന ഈ ആരോപണം പിണറായിയുടെ ശക്തി അവിടെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ KK ശൈലജയെ PBയിലേക്ക് പരിഗണിക്കുന്നുവെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അതിനെയും പിണറായി വിജയന് താല്പര്യമില്ലാത്ത ഒരു നീക്കമാണത്. പക്ഷേ അതിനെയും ചെറുക്കാൻ ഈ മകൾക്കെതിരായ ആരോപണം അത് പിണറായിയുടെ ശക്തി കുറയ്ക്കില്ലേ? അങ്ങനെ വരുമ്പോൾ KK ശൈലജ PBയിലേക്ക് വരുന്നു, MA ബേബി ജനറൽ സെക്രട്ടറി ആകുന്നു. പിണറായിക്ക് ഇതിൽ കൂടുതൽ ഒരു തിരിച്ചടി കിട്ടാനില്ലല്ലോ സുധീഷ്. വിനോദ്, അങ്ങനെ തന്നെയാണ്. KK ശൈലജ PBയിലേക്ക് വരുന്നതാണ് MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകുന്നതിനേക്കാൾ അസ്വസ്ഥത പിണറായിക്ക് ഉണ്ടാക്കുക. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമുക്കറിയാം EMS ആയാലും EK നയനായാലും VS അച്യുതാനന്ദനായാലും എല്ലാം തന്നെ PB അംഗമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയാകുന്നത്. ആ ഒരു കീഴ്വഴക്കമാണ് പാർട്ടിയിൽ നടന്നു വന്നിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ KK ശൈലജ PBയിലേക്ക് എത്തപ്പെട്ടാൽ അത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് കൃത്യമായും ശൈലജയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാധ്യതയെ എങ്ങനെയും തടയിടുക എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ആ ഒരു നീക്കം തന്നെയാവും കൃത്യമായും പിണറായി വിജയനൊപ്പം നിൽക്കുന്നവരും നടത്തുക. ഇപ്പോൾ 2 ഒഴിവുകളാണ് വനിതകളുടേത് PBയിലേക്ക് വരുന്നത്. മൊത്തം 7 ഒഴിവുകളിൽ പിണറായി വിജയൻ ഇളവ് തന്നാൽ മൊത്തം 6 ഒഴിവുകൾ വരും. അതിൽ 2 പേര് വനിതകളാണ് ഒഴിയുന്നത്. അങ്ങനെ ഒഴിയുന്നവർക്ക് പകരം 2 വനിതകളെ പരിഗണിക്കുമ്പോൾ അത് കേരളത്തിൽ നിന്നും CS സുജാതയും അതോടൊപ്പം തന്നെ KK ശൈലജയുമാണ് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇവരെ 2 പേരെയും ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനാണ് പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നത്. പുറത്തുനിന്നുള്ള ഹേമലത അടക്കമുള്ള അത്തരം ആൾക്കാരെ പരിഗണിക്കണം എന്ന നിർദ്ദേശമാണ് പിണറായി വിജയന്റെ ഒപ്പം നിൽക്കുന്നവരും അവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഏത് രീതിയിലും ശൈലജയെ ചേർക്കുക. ഇപ്പോൾ ഈ എക്സാലോജി കേസ് തന്നെ ശക്തമായി വന്നാൽ, മുഖ്യമന്ത്രി ഒഴിയേണ്ട ഒരു സാഹചര്യം വന്നാൽ, നിലവിൽ MLA കൂടിയായ KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു നേതൃമാറ്റത്തിലേക്ക് പോലും പാർട്ടി നീങ്ങുമോ എന്ന ആശങ്ക പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശക്തമാകുന്ന ഒരു ഘട്ടത്തിലാണ്. പുതിയ PBയിലേക്ക് ശൈലജയ്ക്ക് തടയിടാൻ പിണറായി ഏത് അറ്റം വരെയും പോകാൻ ശ്രമിക്കുന്നതും വിനോദ്. വളരെ വ്യക്തമാണ്. സുധീഷ് ആണ് കൃത്യമായി 24 പാർട്ടി കോൺഗ്രസിലെ വിവരങ്ങൾ കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായ ആരോപണം പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ബംഗാൾ ആന്ധ്ര ഘടകങ്ങളുടെ നിലപാട്. ഇത് പാർട്ടിയിൽ ഭിന്നതയ്ക്ക് കാരണമാകുന്നുവെന്ന് സുധീഷ് റിപ്പോർട്ട് ചെയ്തു.